സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ ധൈര്യശാലിയായിട്ടുള്ള ശാരിക്ക് പോലും ഇപ്പം നന്ദനെക്കുറിച്ച് ഓർത്ത് ടെൻഷനും അതുപോലെ ആദിയും വന്നു തുടങ്ങിയിരിക്കുന്നു. അതായത് തങ്ങളെ കൊണ്ട് നന്ദേട്ടനെ കണ്ടെത്താനാകുമോ എന്നുള്ള ചോദ്യം ശാരിയാണെങ്കിൽ ദേവികയോട് ചോദിക്കുന്ന സമയം, എന്താ ശാരി നീ പറയുന്നത്? എന്നെക്കായും ധൈര്യമുള്ള ആളല്ലായിരുന്നോ നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യം പറ ശാരി, നീ എന്തെങ്കിലും സൂചന അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നും അറിഞ്ഞില്ല ചേച്ചി. അതല്ല, ഇത്രയും സമയമായിട്ടും നന്ദേട്ടനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു, നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിലെല്ലാം അന്വേഷിച്ച് നോക്കി. ഇസബെല്ലയ്ക്ക് അറിയാതെ എന്തായാലും നന്ദേട്ടന് യാതൊന്നും സംഭവിച്ചു കാണില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നമുക്കൊരു സൂചന പോലും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, നീ സങ്കടപ്പെടണ്ട. ഞാൻ മാനസികമായി തകർന്നാൽ പോലും എന്നെ സമാധാനിപ്പിക്കേണ്ട ആളല്ലേ നീ. എന്തായാലും അധികം താമസിക്കാതെ നന്ദുവിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് ദേവികയാണെങ്കിൽ ഇത്തവണ ശാരികയെ സമാധാനിപ്പിക്കുന്നു. അതേസമയം നന്ദനയാണെങ്കിൽ ഗുണ്ടകളും അതുപോലെ പ്രകാശനും ഋഷിയും എല്ലാവരും കൂടി ചേർന്ന് തല്ലി ചതച്ച് വായിൽ നിന്നും ചോര തുപ്പുന്ന ആ അവസ്ഥയിലെത്തിച്ചു എന്ന് തന്നെ പറയാം. നന്ദനാണെങ്കിൽ കിടന്ന കിടപ്പിൽ എണീറ്റ് ചോരയൊക്കെ ഛർദ്ദിക്കുന്നത് കണ്ടിട്ട് ഋഷിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ പ്രകാശൻ രൂപത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പ്രത്യുപകാരം എന്ന രൂപത്തിൽ എന്ത് തന്നെ ചോദിച്ചാലും താൻ തരാം. തൻ്റെ കട്ട സപ്പോർട്ടായിട്ട് പ്രകാശൻ നിൽക്കുന്നതിനുള്ള കൂലി എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എനിക്ക് മറ്റൊന്നും അല്ല വേണ്ടുന്നത്, പണമാണ് എനിക്ക് പ്രധാനം. അത് എത്ര വേണം, എത്ര കോടി വേണം എന്നൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഋഷി പറയുന്നുണ്ട്, എത്ര കോടി തന്നെ ആവശ്യപ്പെട്ടാലും ഞാൻ തരും, അല്ലെങ്കിൽ എൻ്റെ അമ്മ തരും. അത്രമാത്രം പണം ഞങ്ങളുടെ കൈവശമുണ്ട്. പക്ഷേ എനിക്കൊരാവശ്യം മാത്രമേ ഉള്ളൂ. പ്രഭാവതിയും കുടുംബവും തകർന്ന് തരിപ്പണമാകുന്നത് എൻ്റെ കൺമുന്നിൽ കാണണം. എത്ര കോടി വേണമെന്നുള്ളത് എൻ്റെ ബോസ്, അതായത് എനിക്ക് മുകളിൽ മറ്റൊരാളുണ്ട്, അയാൾ തീരുമാനിക്കും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് പ്രൊമോ അവസാനിക്കുന്നത്. പ്രകാശനും ഋഷിയും അതുപോലെ ബെല്ലയും കെവിനും ഒന്നുമല്ല കളത്തിൽ, മറ്റൊരാളും കൂടി വന്നിരിക്കുന്നു. അയാൾ ആരാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന അദ്ദേഹത്തെ കാണിച്ചുകൊണ്ട് പ്രൊമോ അവസാനിക്കുന്നു. മിക്കവാറും ത്യാഗരാജനോ കാർത്തികേയനോ ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ത്യാഗരാജനാകാനായിരിക്കും സാധ്യത കൂടുതൽ. കാരണം അരുന്ധതിയും ഋഷിയും CP ഒരുപാട് ത്യാഗരാജനെ അപമാനിച്ചിരുന്നു. ഒന്നിനും കൊള്ളാത്തവൻ, രാഷ്ട്രീയത്തിലാകട്ടെ ഒരു ഗുണ്ട എന്ന നിലയ്ക്കാവട്ടെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ പരാജയമായിട്ടുള്ള, നിന്നെയും കൊണ്ട് എന്തിനു കൊള്ളാം എന്നുള്ള രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും തങ്ങളുമായിട്ടുള്ള എല്ലാ കണക്ഷനും ഒഴിവാക്കി അരുന്ധതിയും CPയും അടിച്ചിറക്കി വിട്ടതായിരുന്നു ത്യാഗരാജനെ. അപ്പോൾ താൻ വെറും കഴിവുകെട്ടവനല്ല, തന്നെയും കൊണ്ടും ചിലത് സാധിക്കും എന്നുള്ളത് വ്യക്തമായും തെളിയിക്കാൻ വേണ്ടിയിട്ട് ത്യാഗരാജൻ നടത്തുന്ന ഒരു നാടകമായിരിക്കുമോ, അതോ ഇനി ജയിലിൽ വെച്ച് മിത്രങ്ങളായ കാർത്തികേയനും അതുപോലെ തന്നെ പ്രകാശനും ഒത്തുചേർന്ന് നടത്തുന്ന ഒരു നാടകമാണോ? പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം, മറഞ്ഞിരിക്കുന്ന ആ ഒരു വില്ലന് വേണ്ടിയിട്ട്. എന്തായാലും അധികം താമസിക്കാതെ ആ വില്ലൻ മറനീക്കി പുറത്തു തന്നെ വരും. മകനെ കാണാനില്ലാത്തതിൻ്റെ എല്ലാ സങ്കടവും പ്രഭാവതിയുടെ മനസ്സിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രഭാവതിയെ ആകെ തളർത്തുന്നുണ്ട്. സിദ്ധു വിചാരിച്ചിട്ടും ഭരണപക്ഷത്തിൻ്റെ MLA ആയിട്ടുള്ള ദേവിക വിചാരിച്ചിട്ടും ഒന്നും നന്ദനെ കണ്ടെത്താനോ എവിടെയാണെന്നുള്ളൊരു സൂചന പോലും കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ എല്ലാ സങ്കടവും അതുപോലെ തന്നെ സങ്കടപ്പെടുവാണ് അരുന്ധതിയും. ഋഷിക്ക് എന്ത് സംഭവിച്ചു, ഋഷിയെക്കുറിച്ചുള്ള ഒരു സൂചന പോലും അരുന്ധതിക്കും കിട്ടുന്നില്ല. ദേവിക വഴി എങ്ങനെയെങ്കിലും ഋഷിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നുവെങ്കിലും ദേവിക ഋഷിയെക്കുറിച്ച് യാതൊരു സൂചനയും കൊടുക്കാതെ അങ്ങും ഇങ്ങും തൊടാതെ സംസാരിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ അരുന്ധതിക്ക് ഇപ്പോഴും സംശയമുണ്ട്. ദേവിക അറിഞ്ഞുകൊണ്ട് ദേവികയും കൂട്ടരും ചേർന്നായിരിക്കും ഋഷിയെ തട്ടിക്കൊണ്ട് പോയത്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ എസ്തപ്പാനും അതുപോലെ മുരളിയും ദേവികയും ശാരികയും ബെല്ലയും കെവിനും ഒക്കെ ചേർന്ന് ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പോകുന്നു എന്നുള്ള കാര്യത്തിനായിട്ട്